വെൽക്കം ടു AJ Endo Talks. എല്ലാ പ്രമേഹക്കാരും ഇൻസുലിൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇൻസുലിൻ തെറാപ്പി തുടങ്ങിയാൽ അത് ജീവിതകാലം മുഴുവൻ തുടരേണ്ട ആവശ്യമുണ്ടോ? അതേപോലെ ഇൻസുലിനും മറ്റ് മരുന്നുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇൻസുലിനാണോ ഏറ്റവും ബെറ്റർ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം പ്രമേഹവും ഇൻസുലിനെയും പറ്റിയാണ്. 1921 ബാൻഡിങ് ആൻഡ് ബെസ്റ്റ് ആണ് ഇൻസുലിൻ കണ്ടുപിടിക്കുന്നത്. ഇൻസുലിൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വരെ പ്രമേഹം ഒരു മാരക രോഗമായി കരുതിയിരുന്നു. ഇൻസുലിൻ്റെ കണ്ടുപിടുത്തത്തിന് ശേഷമാണ് പ്രമേഹത്തിൻ്റെ ചികിത്സാ രീതി തന്നെ മാറിയത്. ഇൻസുലിൻ എന്തുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മുടെ എന്താണ് സംഭവിക്കുന്ന പ്രമേഹത്തിൽ? പ്രമേഹം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമുക്ക് പൊതുവെ രണ്ടായി തരംതിരിക്കാം. ടൈപ്പ് 1 പ്രമേഹമുണ്ട്, ടൈപ്പ് 2 പ്രമേഹമുണ്ട്. ടൈപ്പ് 1 പ്രമേഹത്തിൽ ഇൻസുലിൻ്റെ അളവ് പൂർണ്ണമായും നിലയ്ക്കുകയാണ്. അതായത് ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞ് ഇൻസുലിൻ്റെ അളവ് തന്നെ നിലയ്ക്കുന്ന ഒരു അവസ്ഥയാണ് ടൈപ്പ് 1 പ്രമേഹത്തിൽ കാണുന്നത്. അതേസമയം ടൈപ്പ് 2 പ്രമേഹത്തിൽ ഇനീഷ്യൽ സ്റ്റേജസിൽ ഇൻസുലിൻ്റെ അളവ് അഥവാ ഇൻസുലിൻ ഉൽപ്പാദനം നോർമലായി നിൽക്കുന്നുവെങ്കിലും ഇൻസുലിൻ്റെ പ്രതിരോധം കൂടുന്നു. അതായത് ഇൻസുലിൻ്റെ പ്രവർത്തനശേഷി കുറയുന്നത് കൊണ്ട് നമുക്ക് ഷുഗർ കൂടിക്കൂടി വരുന്നു. പക്ഷേ ടൈപ്പ് 2 പ്രമേഹത്തിൽ തന്നെ അഡ്വാൻസ്ഡ് സ്റ്റേജസിൽ, അതായത് അതിൻ്റെ ഡ്യൂറേഷൻ കൂടുന്നതിനനുസരിച്ച് ചിലപ്പോൾ ഇൻസുലിനും വേണ്ടി വരുന്നു. ആർക്കൊക്കെയാണ് ഇൻസുലിൻ തെറാപ്പി വേണ്ടത്? എല്ലാ ടൈപ്പ് 1 പ്രമേഹക്കാർക്കും ലൈഫ് ലോങ് തന്നെ ഇൻസുലിൻ തെറാപ്പി വേണ്ടതാണ്. രണ്ടാമതായി, ഗർഭകാലത്തിൽ പ്രമേഹം വരുമ്പോൾ ഡയറ്റ് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇൻസുലിൻ തെറാപ്പി വേണ്ടി വരുന്നു. അതുപോലെ പാൻക്രിയാറ്റിക് ഡയബറ്റീസിലും ഇൻസുലിൻ തെറാപ്പി വേണ്ടി വരുന്നു. ഇതുകൂടാതെ ഒരു പേഷ്യൻറ്റിന് സർജറിക്ക് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നല്ലൊരു ഗ്ലൈസമിക് കൺട്രോളിനും ഇൻസുലിൻ തെറാപ്പി വേണ്ടി വരുന്നു. അതുപോലെ അക്യൂട്ടായിട്ടൊരു ഇൻഫെക്ഷൻ വരുമ്പോഴോ സീരിയസ് ആയിട്ടൊരു ഇൽനെസ് വരുമ്പോഴോ ഈ ഇൻസുലിൻ തെറാപ്പി വേണ്ടി വരുന്നു. ഇത് കൂടാതെ പേഷ്യൻറ്റിന് ഇൻസുലിനോപീനിയ, അതായത് ഇൻസുലിൻ കുറയുന്ന അവസ്ഥയുടെ ഭാഗമായിട്ട് കുറച്ച് സിംറ്റംസ് ഡെവലപ്പ് ചെയ്യുന്നു. അമിതമായ ദാഹം, അമിതമായ വെയിറ്റ് ലോസ്, ഇതെല്ലാം ഒരു ഇൻസുലിൻ തെറാപ്പിക്ക് ഒരു ഇൻഡിക്കേഷനായി പറയുന്നു. ഇതുകൂടാതെ നമ്മൾ ഒരു റാൻഡം ബ്ലഡ് ഗ്ലൂക്കോസ് എപ്പോഴും 300 മുകളിൽ നിൽക്കുകയാണെങ്കിലോ HbA1c 10 മുകളിൽ നിൽക്കുകയാണെങ്കിലോ എല്ലാം ഇൻസുലിൻ തെറാപ്പി കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പ്രമേഹം മാനേജ് ചെയ്യുന്ന ആൾക്കാർ, മരുന്നുകൾ വെച്ച് മാനേജ് ചെയ്യുന്ന ആൾക്കാർ 3 മരുന്നിന് മുകളിൽ ഉപയോഗിച്ചിട്ടും പ്രമേഹം നമ്മുടെ ഗ്ലൂക്കോസ് ടാർജറ്റ്സിൽ എത്തിയില്ലെങ്കിൽ നമുക്ക് ഇൻസുലിൻ തെറാപ്പി കൺസിഡർ ചെയ്യാവുന്നതാണ്. അതേപോലെ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ അതിന് അസഹിഷ്ണുത വരിക അല്ലെങ്കിൽ അലർജി ഉണ്ടാവുക, അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് ഇൻസുലിൻ തെറാപ്പി വേണ്ടി വരുന്നു. ഒരു 80% ആൾക്കാരും യൂസ് ചെയ്യുന്നത് വയൽ ഫോമിലായിരിക്കും. ഇതുകൂടാതെ കാട്രിഡ്ജ് ആയിട്ടും ഇൻസുലിൻ അവൈലബിൾ ആണ്. വയൽ ഫോമിൽ യൂസ് ചെയ്യുന്ന ഇൻസുലിൻ ഉപയോഗിക്കുന്നതിന് ഇൻസുലിൻ സിറിഞ്ച് തന്നെ വേണ്ടതാണ്. അതേപോലെ കാട്രിഡ്ജ് ഫോമിൽ യൂസ് ചെയ്യുന്ന ഇൻസുലിന് നമുക്ക് ഇൻസുലിൻ പെൻ തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇൻസുലിൻ്റെ സ്റ്റോറേജ് ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻസുലിൻ എപ്പോഴും തണുപ്പിൽ സൂക്ഷിക്കണമെന്ന്. ഈ വയൽ ഫോമിലും കാട്രിഡ്ജ് ഫോമിലും യൂസ് ചെയ്യുമ്പോൾ റെഫ്രിജറേറ്ററിൻ്റെ ഡോറിൻ്റെ ഏറ്റവും മേൽവശത്ത് തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ പെന്നിനകത്ത് വെച്ചതിന് ശേഷമാണെങ്കിൽ ഒരു കാട്രിഡ്ജ് പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല പെന്ന്. അതുപോലെ ചിലപ്പോൾ റെഫ്രിജറേഷൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ, അതേപോലെ ഒരു ഫ്രിഡ്ജ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും? അതിന് പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് മൺകലം യൂസ് ചെയ്യുക. എർത്തൻ പോട്ടിൽ തന്നെ അത്യാവശ്യം വെള്ളം നിറച്ച് വെച്ചിട്ട് അതിനടിയിൽ നമുക്ക് വേണമെങ്കിൽ ഇൻസുലിൻ്റെ വയൽ സൂക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നെങ്കിൽ പറ്റുമെങ്കിൽ ഇതുപോലത്തെ ഒരു പൗച്ച് യൂസ് ചെയ്യുക. പൗച്ചിനുള്ളിൽ ഇൻസുലിൻ പെൻ വെച്ചാൽ മതി. അല്ലാതെ അതിന് നമുക്ക് വേറെ ഒരു സെപ്പറേറ്റ് ഒരു ഐസ് പാക്ക് വെക്കേണ്ട ആവശ്യമില്ല. കാട്രിഡ്ജ് മാത്രമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ, വയൽ മാത്രമായിട്ട് യൂസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ ഒരു ഐസ് പാക്കും കൂടി യൂസ് ചെയ്യുക. അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻസുലിൻ എടുക്കേണ്ട സൈറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. നമ്മൾ പൊതുവെ പറയുന്ന 3 സൈറ്റ്സ് ആണ്. ഒന്ന് പറയുന്നത് വയറിന് ചുറ്റും, അതായത് പൊക്കിളിൽ നിന്ന് 3 വിരൽ മാറ്റി, അതായത് 5 സെൻറ്റിമീറ്റർ മാറ്റി 2 സൈഡിലും എടുക്കാവുന്നതാണ്. രണ്ടാമത് പറയുന്ന സൈറ്റ് തുടയാണ്. തുടയുടെ വെളിവശത്ത് എടുക്കാവുന്നതാണ്. അതായത് തുടയുടെ നടുക്കൊരു വര വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഔട്ടർ സൈഡിൽ എടുക്കാവുന്നതാണ്. മൂന്നാമത് പറയുന്ന ഒരു സൈറ്റ് എന്ന് പറയുന്നത് കൈകളിൽ തന്നെ എൽബോയിലും അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ അവിടെ നിന്നും 5 സെൻറ്റിമീറ്റർ മാറി നടുഭാഗത്ത്. ഇതിൽ ഞാൻ പൊതുവേ എല്ലാ പേഷ്യൻസിനോടും പറയുന്ന ഒരു കാര്യം, നമുക്ക് തന്നെ ഇത് പലപ്പോഴും പല ആളുകൾ സ്വന്തമായിട്ട് ഇൻസുലിൻ എടുക്കുന്ന ആളുകളാണ്. അപ്പോൾ സ്വന്തമായിട്ട് എടുക്കുന്ന ആൾക്കാർ പരമാവധി വയറിൽ അല്ലെങ്കിൽ തുടയിൽ മാത്രം എടുക്കുക. അതിൽ തന്നെ വയറാണ് ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള സൈറ്റ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇൻസുലിൻ ഒരു സബ്ക്യൂട്ടേനിയസ് ആയിട്ട് എടുക്കുന്ന ഒരു ഇഞ്ചക്ഷനാണ്. ഏറ്റവും കൂടുതൽ കുഴപ്പമുള്ളത് ആണുങ്ങളെ സംബന്ധിച്ച് വയറിലാണ്, അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് തുടയിലുമാണ്. അതുകൊണ്ട് ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ അവിടെ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക.
പിന്നെ അതുപോലെ പറയുന്ന മറ്റൊരു കാര്യം, നമുക്ക് എപ്പോഴും ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, എടുത്ത സൈറ്റിൽ തന്നെ വീണ്ടും വീണ്ടും എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സൈറ്റ് റൊട്ടേഷനാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചാർട്ട് കാണിച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ നടുക്ക് നിങ്ങളുടെ അംബിലിക്കസ് ആണെന്ന് കരുതുക. അപ്പോൾ അംബിലിക്കസിന് ചുറ്റും, അപ്പോൾ നിങ്ങൾ ഒരു ദിവസം അംബിലിക്കസിൻ്റെ ഇവിടെയാണ് ഇൻസുലിൻ എടുക്കുന്നതെങ്കിൽ, ഇവിടുന്ന് ഒരു 3 വിരൽ മാറ്റി ഈ സൈറ്റിലെ ഇഞ്ചക്ഷൻ എടുക്കുന്നതെങ്കിൽ അടുത്ത ഇഞ്ചക്ഷൻ അറ്റ്ലീസ്റ്റ് ഒരു ഫിംഗർ ബ്രെഡ്ത്ത് മാറ്റി, അല്ലെങ്കിൽ ഒരു ഇഞ്ച് മാറ്റിയിട്ട് വേണം അടുത്ത സൈറ്റ് എടുക്കാൻ. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ മാറി മാറി ഇഞ്ചക്ഷൻ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വയറിനെ നമുക്ക് പൊതുവെ 4 ക്വാഡ്രൻ്റായിട്ട് ഡിവൈഡ് ചെയ്യാം, 4 വശമായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ഒരു ദിവസം ഒരാഴ്ച ഒരു ക്വാഡ്രൻറ്റിൽ മാത്രം ഇൻസുലിൻ എടുക്കുക, അടുത്ത ആഴ്ച മറ്റ് ക്വാഡ്രൻറ്റിൽ ഇൻസുലിൻ എടുക്കുക. അങ്ങനെ 4 ക്വാഡ്രൻറ്റിൽ മാറി മാറി നിങ്ങൾക്ക് ഇൻസുലിൻ എടുക്കാവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഇൻസുലിൻ കൊണ്ടുണ്ടാകുന്ന സ്കിന്നിലുണ്ടാകുന്ന ചില റിയാക്ഷൻസും സൈഡ് ഇഫക്ട്സും നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്ന ആളുകളും പെൻ യൂസ് ചെയ്യുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നീഡിലിൻ്റെ യൂസേജാണ്, അല്ലെങ്കിൽ സിറിഞ്ചിൻ്റെ യൂസേജാണ്. ഒരു സിറിഞ്ച് എത്ര തവണ യൂസ് ചെയ്യാം? നമ്മുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച്, ഫിറ്റ് ഗൈഡ് ലൈൻസ് പറയുന്നതനുസരിച്ച് ഓരോ ഇഞ്ചക്ഷനും ഓരോ സിറിഞ്ച് അല്ലെങ്കിൽ ഓരോ നീഡിലും യൂസ് ചെയ്യേണ്ടതാണ്. ഇത് ശരിക്കും ഒരു പ്രാക്ടിക്കലി ഒരു ഡിഫിക്കൽട്ടായ ടാസ്ക്കാണ്. കാരണം നമുക്കറിയാം ഇതിൻ്റെ വിലയും അത്യാവശ്യം കൂടുതൽ, നീഡിലിനാണെങ്കിൽ സിറിഞ്ചിനേക്കാളും വിലയും കൂടുതലാണ്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം അറ്റ്ലീസ്റ്റ് ഒരു 4 ടൈംസ് കൂടുതൽ യൂസ് ചെയ്യാതിരിക്കുക. ഇതേപോലെ സിറിഞ്ചാണെങ്കിലും നീഡിലാണെങ്കിലും എപ്പോഴും ഇൻസുലിനിൽ നിങ്ങൾ യൂണിറ്റ് ശ്രദ്ധിക്കുക. അതായത് എത്ര യൂണിറ്റ് പെർ ml ആണെന്നുള്ളത് നോക്കുക. വയലിൽ 40 യൂണിറ്റ് പെർ ml ആണെങ്കിൽ 40 യൂണിറ്റിൻ്റെ സിറിഞ്ച് തന്നെ യൂസ് ചെയ്യുക. അതേപോലെ ഇത് നമ്മുടെ വയലിനകത്ത് 100 യൂണിറ്റ് പെർ ml ആണെങ്കിൽ 100 യൂണിറ്റിൻ്റെ സിറിഞ്ചും യൂസ് ചെയ്യാം. ഇത് വളരെ പ്രധാനമാണ് ഇൻസുലിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ. പെന്നാണോ സിറിഞ്ചാണോ ബെറ്റർ? പലർക്കും ഉള്ള ചോദ്യമാണ്. നമ്മൾ ശരിക്കും നമ്മുടെ ഒരു കംഫർട്ട് സോൺ നോക്കുകയാണെങ്കിൽ പെന്നാണ് ഓൾവേസ് ബെറ്റർ. കാരണം പെന്നിന് നമുക്ക് എപ്പോൾ നോക്കുമ്പോൾ പെന്നിൻ്റെ നിങ്ങൾ കണ്ടു അതിൻ്റെ നീഡിലിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അതേ സമയത്ത് സിറിഞ്ചിൻ്റെ നീഡിലിൻ്റെ സൈസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ പെന്നിൻ്റെ നീഡിലിൻ്റെ സൈസും താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ പെന്നിൻ്റെ നീഡിലിന് ആക്ച്വലി ഇൻസുലിൻ സിറിഞ്ച് നീഡിലിനേക്കാളും സൈസ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇൻസുലിൻ എടുക്കുമ്പോൾ വേദനയും കുറവാണ് പെന്നിന്. പിന്നെ അതുകൂടാതെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പെൻ ഇൻസുലിൻ യൂസ് ചെയ്യുമ്പോൾ നമുക്കത് വളരെ പോർട്ടബിളാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. പ്രത്യേകിച്ച് ഒരു ഐസ് പാക്ക് കൊണ്ടുപോകേണ്ട ആവശ്യവുമില്ല. അതുകൊണ്ട് അതേസമയം നമ്മൾ വയൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഇൻസുലിനിൽ തന്നെ അല്ലെങ്കിൽ തണുപ്പ് സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യവുമാണ്. പിന്നെ ഇതിന് തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, മറ്റൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് പെന്ന് സിറിഞ്ചുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കോസ്റ്റ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യുമെങ്കിൽ പെന്ന് തന്നെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പ്രിക്കോഷൻസ് ഒക്കെ പാലിച്ചുകൊണ്ട് സിറിഞ്ച് യൂസ് ചെയ്യാം. ഇൻസുലിൻ തെറാപ്പിയെ പറ്റിയോ പ്രമേഹത്തെ പറ്റിയോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. This is Dr. Rajesh signing off from AJ Endotalks. Thank you.